അച്ഛനായിരുന്നു മെയിൻ ശത്രു. ആണോ? മെയിൻ ശത്രു. ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റും. രസമുള്ളൂ. 3 സിനിമയൊക്കെ ഒരു ദിവസം കാണും. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട്. അപ്പോൾ ബസ്സിന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചായ കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഓട്ടമാണ്, സമയത്തിന് എത്തണ്ടേ. അപ്പോൾ ഓടും, തിരിച്ചോടും. തിരിച്ച് പിന്നെ സ്പീഡ് കുറച്ചിട്ട് ഓടിയാൽ മതി. അച്ഛന് അതൊക്കെ അറിയാം. അച്ഛന് ഇഷ്ടമായിരുന്നോ? അച്ഛന് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം, അച്ഛൻ സിനിമയൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ പോകുന്നതെന്ന് അച്ഛന് മനസ്സിലാവുന്നില്ല. എന്തോ ഭ്രാന്ത് തന്നെയാണ് എന്ന് വിചാരിക്കുന്നത്. ആ ഭ്രാന്ത് അവസാനിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതും മർദ്ദനമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി. സ്ഥിരമായിട്ട് ഇത് തന്നെ പരിപാടി. അപ്പൊ ഈ ഓടിപ്പോയി സിനിമ കൊണ്ട് തിരിച്ച് ഓടി വന്നിട്ട് അടിയുമാവണം. അതൊക്കെ ഉണ്ട്. അടി പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും ഒക്കെ ഉണ്ടാവും. അപ്പൊ അച്ഛനായിട്ടുള്ളൊരു ആത്മബന്ധം എങ്ങനെയായിരുന്നു? അച്ഛനായിരുന്നു മെയിൻ ശത്രു. ആണോ? മെയിൻ ശത്രു. ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റും. രസമുള്ളൂ. നമുക്ക് അച്ഛനോട് സ്നേഹം തോന്നാനുള്ള കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ശത്രു തന്നെ. നമുക്കൊക്കെ മക്കളുണ്ടാവുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. അച്ഛനായി കഴിഞ്ഞപ്പോഴായിരിക്കും അത് തിരിച്ചറിയുന്നത്. അതോടെ ലേറ്റായിട്ടേ തിരിച്ചറിയുള്ളൂ. അതാണ് പ്രശ്നം.